ഝാർഖണ്ഡിൽ വെച്ച് സുകുമാരക്കുറുപ്പിനെ കണ്ടെന്ന് ആവർത്തിച്ച് നഴ്സ് രത്നമ്മ. ബൊക്കാറോയിലെ ആശുപത്രിയിൽ നെഞ്ചുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയത് 1998 കുറുപ്പിന്റെ നാടായ ചെറിയനാട് എന്നുള്ള ആളാണ് താനെന്ന് അറിഞ്ഞതോടെ കുറുപ്പ് മുങ്ങിയെന്നുമാണ് വെളിപ്പെടുത്തൽ. കൂടുതൽ വിവരശേഖരണത്തിന് ശേഷം SIT രൂപീകരണത്തിൽ തീരുമാനമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായിട്ട് ചേരും. അമൽ, ഇതിപ്പം ഒരുപാട് കാലം അന്വേഷണവും ഒന്നും ഒരിടത്തെത്താത്തതായുള്ള കേസാണ് സുകുമാരക്കുറുപ്പ് കേസെന്ന് മലയാളികളായിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം. ഇവരെന്താണ് പറയുന്നത്? ഇത് സുകുമാരക്കുറുപ്പ് തന്നെയാണ് എന്നതിൽ അവർക്കെന്താണ് ഇത്ര ഉറപ്പ്? തനീഷ്, സുകുമാരക്കുറുപ്പ് പ്രത്യേകിച്ചും സിനിമ പോലെ ഒരു കഥ, സുകുമാരക്കുറുപ്പിന്റെ കഥ സിനിമ പോലുമായിട്ടുള്ള സ്ഥിതികൾ നമുക്കറിയാവുന്നതാണ്. അത്രമേൽ മലയാളികൾക്കും കേരള പോലീസിനും അടക്കം വലിയ ഉദ്യോഗം ജനിപ്പിച്ച ഒരു കേസാണ്. ആ കേസിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വാർത്ത വന്നിരുന്നു, തിരുവനന്തപുരത്തെ പോലീസ് റെക്കോർഡിംഗ് വിഭാഗത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ വീണ്ടും പരിശോധിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ 1988 കാലത്ത് ഝാർഖണ്ഡിലെ ബൊക്കാറോയിൽ വെച്ച് സുകുമാരക്കുറുപ്പിനെ കണ്ടുവെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് സുകുമാരക്കുറുപ്പിന്റെ തന്നെ നാട്ടിൽ നിന്ന് ചെങ്ങന്നൂർ ഭാഗത്ത് ചെറിയനാട് ഭാഗത്ത് നിന്നും രത്നമ്മ എന്ന നേഴ്സ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവർ അന്ന് കണ്ടത് സുകുമാരക്കുറുപ്പിനെ തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ ഉറച്ചു പറയുകയാണ്. നാട്ടിലെത്തിയിരിക്കുന്ന രത്നമ്മയാണ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായത്. ഏതായാലും നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ടാണ് ഈ ബൊക്കാറോ സ്റ്റീൽ ആശുപത്രിയിൽ ഈ സുകുമാരക്കുറുപ്പ് എത്തുകയും അദ്ദേഹത്തെ ചികിത്സിക്കുകയും ചെയ്തിരുന്നത്. ഈ സ്വന്തം നാട്ടുകാരനാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് സുകുമാരക്കുറുപ്പിനെ കാണുവാൻ വേണ്ടി രത്നമ്മ അവിടെ ചെല്ലുകയും കണ്ട മാത്രയിൽ തന്നെ ഇത് സുകുമാരക്കുറുപ്പാണെന്ന് രത്നമ്മ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അതിനുശേഷം വാർഡിലേക്ക് മാറ്റിയ ഉടൻ പെട്ടെന്ന് കുറുപ്പാണെന്ന് സംശയിക്കുന്ന ആളെ കാണാതായി എന്നും രത്നമ്മ പറയുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു കാര്യം ഇവർ ഉറപ്പിച്ചു പറയുകയാണ്. ജോഷി എന്ന പേരിലായിരുന്നു അന്ന് കുറുപ്പ് അവിടെ എത്തിയത് എന്ന് പറയുന്നു. ഈ സമയത്ത് തന്നെ, അതായത് 1988 ശേഷം ആ ഒരു സമയത്ത് തന്നെ പലതവണ ക്രൈംബ്രാഞ്ച് തന്റെ മൊഴിയെടുത്തതാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രത്നമ്മ പറയുന്നത്, 3 ആഴ്ചയ്ക്ക് മുൻപ് വീണ്ടും ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കാൻ വേണ്ടി രത്നമ്മയുടെ അടുത്ത് വന്നിരുന്നു എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം ഈ കേസ് വീണ്ടും റീഓപ്പൺ ആയതിന്റെ എല്ലാ സൂചനകളുമാണ് ഇപ്പോൾ. ശരി അമൽ, ഞാൻ അദ്ദേഹത്തിന് അവരുടെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് പോകാം. അവർ നേരത്തെ വിശദമായിട്ട് അമലിനോട് സംസാരിച്ചു, അതിലേക്ക്. ഞാൻ അവിടെ ബൊക്കാറോ സ്റ്റേറ്റ് പാൻ്റെ ഹോസ്പിറ്റലിൽ സ്റ്റുഡൻ്റായിട്ട് പോകുന്നു. ആ സമയത്താണ് സുകുമാരക്കുറുപ്പിനെ കണ്ടെന്നുള്ള ഇത് പറയുമല്ലോ, ഇന്ന കാര്യങ്ങളുണ്ടെന്ന്. അപ്പം ഭാര്യ നേഴ്സാണ്, എത്ര ഭാഷ അറിയാം, മലയാളം എല്ലാം അറിയാമെന്നുള്ള ആ രീതിയിൽ ഡിസ്കഷൻ നടക്കുകയും ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ പോയി നോക്കിയതാണ്. ഒരുപാട് ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കും. ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഫോൺ വരുമായിരുന്നു, ആലപ്പുഴയിൽ നിന്ന് ഫോൺ. അവിടെ ചെറിയനായിട്ടുള്ള വീട്ടിൽ അവിടെ ഒരു കടയുണ്ട്, സൂപ്പർ മാർക്കറ്റ്, അവിടെയും ക്രൈംബ്രാഞ്ചിൽ ആൾക്കാർ